പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ വൻ ട്വിസ്റ്റ്. കേസിൽ പോലീസ് പ്രതി ചേർത്ത രാഹുൽ കുറ്റക്കാരനല്ലെന്നും ബന്ധുക്കളും അഭിഭാഷകരും സമ്മർദ്ദത്തിലാക്കിയതോടെയാണ് തെറ്റായ മൊഴി നൽകേണ്ടി വന്നതെന്നും പരാതിക്കാരി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. എന്നാൽ മറ്റാരുടെയെങ്കിലും സമ്മർദ്ദം കൊണ്ടാകാം മൊഴി മാറ്റിയതെന്ന് യുവതിയുടെ കുടുംബം പ്രതികരിച്ചു. സമൂഹമാധ്യമത്തിലൂടെ പുറത്തുവിട്ട വീഡിയോയിലാണ് പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. സ്ത്രീധനം ആവശ്യപ്പെടുകയോ ആയുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. കുളിമുറിയിൽ വീണാണ് പരിക്കേറ്റത്. രാഹുലിനെതിരെ പറഞ്ഞത് നുണകളാണ്. അഭിഭാഷകനും ബന്ധുക്കളും സമ്മർദ്ദം ചെലുത്തി. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്ത് പറയണം, ആരുടെ കൂടെ നിൽക്കണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത്. ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു. അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു. ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്ന പോലും പറഞ്ഞു. എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു. ഡൗറി പറയണമെന്ന് പറഞ്ഞു. ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. രാഹുൽ നേരത്തെ വിവാഹം കഴിച്ചത് അറിയാമായിരുന്നു. പുറത്തു പറയേണ്ടെന്ന് ഞാൻ തന്നെയാണ് നിർബന്ധിച്ചത്. രാഹുലിനോടും കുടുംബത്തോടും പെൺകുട്ടി മാപ്പപേക്ഷിച്ചു. പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കിയാണ് മൊഴി മാറ്റിയതെന്ന് പെൺകുട്ടിയുടെ പിതാവും സഹോദരനും ആരോപിച്ചു. എന്നാൽ താൻ സുരക്ഷിതയാണെന്നും തന്നെ ആരും സമ്മർദ്ദത്തിലാക്കിയില്ലെന്നും പെൺകുട്ടി വീണ്ടും മറുപടി നൽകി. ഞാൻ സേഫാണ്, എന്നെ ആരും തട്ടിക്കൊണ്ടൊന്നും പോയിട്ടൊന്നുമില്ല, ആരുടെയും ഭീഷണി പ്രകാരമൊന്നുമില്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോ റിലീസ് ചെയ്തത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ്. 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷനിലേക്ക് എത്തിയ കേസ് കൂടുതൽ നിയമക്കുരുക്കിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.